നമസ്കാരം. സംസ്ഥാനത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുപ്പ് പ്രത്യേക അന്വേഷണ സംഘം മാറ്റിവെച്ചത് രാഷ്ട്രീയപരവും അന്വേഷണപരവുമായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. നിലവിൽ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ഇന്ന് അവശേഷിക്കുന്ന 7 ജില്ലകളിൽ വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിർണായക സന്ദർഭത്തിലാണ് ഈ മൊഴിയെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമം തടസ്സപ്പെട്ടതിനെ രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തിന് ശക്തമായ ഒരു ആയുധമാവുകയും നിലവിലെ ഭരണമുന്നണിക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയപരമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഈ ശക്തമായ വിലയിരുത്തലാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയൊക്കെ തന്നെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു നടപടിക്രമം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഈ ഒരു ഇടപെടലിൻ്റെ ഫലമായി മാറ്റിവെക്കപ്പെട്ടു എന്ന ആരോപണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ മൊഴിയെടുപ്പ് മാറ്റിവെക്കലിന് കാരണമായിട്ട് SIT ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന വിശദീകരണം അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അസൗകര്യമാണ്. എന്നാൽ കേരളം മുഴുവൻ അതീവ താല്പര്യത്തോടു കൂടി ഉറ്റുനോക്കിയ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഈ നിർണായക മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ദിവസം പെട്ടെന്ന് അസൗകര്യം ഉണ്ടാകുന്നത് അത് വിശ്വാസ്യകരമല്ല എന്ന വിമർശനം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. മൊഴിയെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് പുനഃക്രമീകരിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തലയെ അറിയിച്ചെങ്കിലും എന്താണ് ഈ ഉദ്യോഗസ്ഥ അസൗകര്യം എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഈ കേസിൻ്റെ ഗൗരവം പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നിലയിൽ ഇത്തരമൊരു സുപ്രധാന നടപടിക്രമം മാറ്റിവെക്കാനായിട്ട് കഴിയുമോ എന്നതിനെക്കുറിച്ചും സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഇത് അന്വേഷണപരമായിട്ടുള്ള ഒരു തീരുമാനത്തേക്കാൾ ഉപരിയായി രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിരുന്നു എന്ന നിഗമനമാണ് ഇപ്പോൾ പ്രബലമായിരിക്കുന്നത്. കേസിൻ്റെ മൂലകാരണം പരിശോധിക്കുമ്പോൾ തന്നെ ശബരിമലയിൽ നിന്നും കടത്തിയെന്ന് പറയപ്പെടുന്ന സ്വർണ്ണപ്പാളികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ SITയെ അറിയിച്ചത് ചെന്നിത്തലയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ സ്വർണം അത് പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് വിൽക്കുകയുണ്ടായി എന്നും ഇതിന് ഏകദേശം 500 കോടി രൂപയുടെ അന്താരാഷ്ട്ര കരിഞ്ചന്ത മൂല്യമുണ്ടെന്ന് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിവരം കൈമാറാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഔപചാരികമായിട്ട് കത്ത് നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാനായിട്ട് SIT തീരുമാനിച്ചത്. ചെന്നിത്തല മുൻകൈയെടുത്ത് അറിയിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച ദിവസമല്ല, മറിച്ച് SITക്ക് സൗകര്യപ്രദമായ സമയവും സ്ഥലവും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഭരണകക്ഷിക്ക് പ്രതികൂലമാകുമെന്ന തിരിച്ചറിവ് ഭയന്ന് അന്വേഷണ ഏജൻസി തന്നെ നിശ്ചയിച്ച സമയം അവർ തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന വൈരുദ്ധ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. ചെന്നിത്തല ഈ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായത് അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യതയും ആധികാരികതയും ഒക്കെ തന്നെ ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ്. തനിക്ക് പരിചയമുള്ള പ്രവാസിയായ, ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാന വിവരം തനിക്ക് കൈമാറിയതെന്നും മുൻപ് ഇദ്ദേഹം നൽകിയ പല വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് സഹായകമായിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രമുഖ വ്യവസായി അറിയിച്ച കാര്യങ്ങൾ SITക്ക് മുന്നിൽ കൈമാറാൻ അദ്ദേഹം തീരുമാനിച്ചത്. സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ 500 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെ മൂല്യമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. മൊഴിയെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഈ വിവരങ്ങൾ നൽകിയ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കുമായിരുന്നു. സ്വർണം കടത്തിയവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയാൽ സംസ്ഥാന സർക്കാരിന് വലിയ പ്രഹരമേൽക്കുമെന്നത് ഉറപ്പായതിനാലാണ് ഈ നീക്കം തടസ്സപ്പെട്ടത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇതിനകം പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അറസ്റ്റിലായവരിൽ 2 പ്രമുഖ CPM നേതാക്കളും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരും ഉൾപ്പെടുന്നു എന്നത് ഈ കേസിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും ഇവർ വിറ്റെന്ന് പറയപ്പെടുന്ന സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വീഴ്ച നിലനിൽക്കുകയാണ് ചെന്നിത്തലയിൽ നിന്ന് ലഭിച്ച സുപ്രധാന വിവരങ്ങൾ SITയെ അറിയിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ADGP വെങ്കടേഷിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഈ സംഘവുമായി അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന വിവരമാണ് അദ്ദേഹം കൈമാറാൻ സന്നദ്ധത അറിയിച്ചത്. മൊഴിയെടുപ്പ് മാറ്റിവെച്ച ഈ സംഭവം അന്വേഷണ ഏജൻസികൾ പോലും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന നിരീക്ഷണത്തിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നീതി നടപ്പാക്കാനുള്ള സുപ്രധാനമായ നിയമപരമായിട്ടുള്ള നടപടിക്രമം തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെച്ചു എന്ന ശക്തമായ ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശബരിമല വിഷയത്തിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് എല്ലാ മേൽനോട്ടവും വഹിക്കുന്ന സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയപരമായ ഇടപെടൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഗൗരവമായി തന്നെ കാണുകയും ചെയ്യുമെന്നാണ് നിയമജ്ഞരും അതോടൊപ്പം തന്നെ വിശ്വാസികളുമായിട്ടുള്ള ജനകോടികളും ഒരുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചെന്നിത്തല നൽകുന്ന ആധികാരിക വിവരങ്ങൾ
അത് ഇന്നത്തെ പോളിംഗിന് മുൻപ് പുറത്തു വന്നിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും രാഷ്ട്രീയ അടിത്തറയെ തന്നെ തകർക്കുമായിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യം ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തിയായി നിലകൊള്ളുന്നു.